നേത്രദാനവും ശരീരദാനവും സമൂഹ നന്മയായി കാണുന്നവർക്ക് വഴികാട്ടിയായി പ്രവർത്തിക്കുന്ന വെബ്സൈറ്റാണ് മരണാനന്തരം.org. ആർമിയിൽ സുബേദാർ ആയിരുന്ന തൃശൂർ കൈപ്പറമ്പ് സ്വദേശി KR രാജനാണ് ഈ വെബ്സൈറ്റിന്റെ അമരക്കാരൻ. നേത്രദാനത്തിനും ശരീരദാനത്തിനും ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും മലയാളത്തിൽ തന്നെയും സൈറ്റിലുണ്ട്. 17-ാം വയസ്സിൽ സൈന്യത്തിൽ ചേർന്ന കളത്തിക്കാട്ടിൽ വീട്ടിൽ രാജൻ 23 വർഷത്തെ സേവനത്തിന് ശേഷമാണ് 2003-ൽ സുബേദാറായി വിരമിച്ചത്. സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന ആഗ്രഹമാണ് മരണശേഷം നേത്രദാനം നടത്തണമെന്നും ശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യണമെന്നുമുള്ള ചിന്തയിലെത്തിച്ചത്. തുടർന്ന് ഇതിനായുള്ള അന്വേഷണമായി. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർക്ക് പോലും ഇക്കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ കഴിഞ്ഞില്ലെന്നും രാജൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് വലഞ്ഞു എന്നല്ലാതെ നമുക്ക് വ്യക്തമായൊരു വഴികൾ അവർ പറഞ്ഞു തന്നില്ല. പിന്നെ യാദൃശ്യമായിട്ടാണ് അന്നത്തെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രവീൺലാലിനെ പോയി കാണുകയും അദ്ദേഹം അതിൻ്റെ വഴികൾ പറഞ്ഞു തരികയും അങ്ങനെ ഞാനും ഭാര്യയും കൂടിയിട്ട് ഞങ്ങളുടെ മരണാനന്തരം മൃതശരീരം മെഡിക്കൽ കോളേജിന് ദാനം ചെയ്യാമെന്ന് കരുതുകയത്. അതിനോടൊപ്പം ഞങ്ങളുടെ കണ്ണുകൾ നേത്രബാങ്കിനും ദാനം ചെയ്യാമെന്ന് എഴുതി കൊടുത്തു. തുടർച്ചയായ അന്വേഷണങ്ങൾക്കൊടുവിൽ 2006-ൽ രാജനും ഭാര്യ ഓമനയും നേത്രദാനത്തിനും ശരീരദാനത്തിനുമുള്ള സമ്മതപത്രം കൈമാറി. സമാന രീതിയിൽ സമൂഹത്തിന് നന്മ ചെയ്യണമെന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് 2016-ൽ രാജൻ മരണാനന്തരം എന്ന വെബ്സൈറ്റിന് തുടക്കം കുറിച്ചത്. വിവരാവകാശ മുഖേനയും അധികൃതരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചും ആവശ്യമായ വിവരങ്ങളെല്ലാം മലയാളത്തിൽ തർജ്ജമ ചെയ്ത രാജൻ തന്നെയാണ് വെബ്സൈറ്റിൽ ചേർത്തത്. മരണാനന്തരം എന്ന വെബ്സൈറ്റിന്റെ ലോഗോയും ആപ്തവാക്യവും രാജൻ തൻ്റെ കയ്യിൽ പച്ചകുത്തിയിട്ടുമുണ്ട്. മക്കളായ മിഥുവും മിനുവും വലിയ പിന്തുണയാണ് മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങൾക്ക് നൽകുന്നത്. മരണാനന്തരം എന്ന വെബ്സൈറ്റിലൂടെയും അല്ലാതെയും നിരവധി പേർക്ക് നേത്രദാനത്തിനും ശരീരദാനത്തിനും വഴികാട്ടികളാകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് രാജന്റെയും കുടുംബത്തിന്റെയും ഏറ്റവും വലിയ സന്തോഷം. കൈരളി ന്യൂസ്, തൃശൂർ.